ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ദുർഘട മേഖലയിലുള്ള ആദിവാസി നഗരങ്ങളിൽ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യ കേരളം പദ്ധതി മുഖേന അനുവദിച്ച ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ദുർഘട മേഖലയിലുള്ള ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങളും ആരോഗ്യ പരിരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മൾട്ടിപർപ്പസ് സെന്റർ ഇന്ന് ഇവിടെ മലപ്പുറത്ത് ചാലിയാർ പഞ്ചായത്തിൽ ആരംഭിക്കുകയാണ്. ട്രൈബൽ ഹബ്ബ് കെട്ടിടം 67 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നത്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വാർഡുകളിൽ 3-4 വാർഡുകൾ ചേരുന്നിടത്ത് നമ്മൾ 2023 ആരംഭിച്ചിരുന്നു. ഇത് കുറേയേറെ ഇത്തരത്തിലുള്ള ഗ്യാപ്പുകളെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഉള്ള ഈ ഒരു സ്ഥാപനം തീർച്ചയായിട്ടും നല്ല നിലയിൽ ട്രൈബൽ വിഭാഗത്തിൽ ട്രൈബൽ മേഖലയിൽപ്പെട്ട സഹോദരങ്ങൾക്ക് ആശ്വാസമാകും, സഹായകരമാകും. എല്ലാവരുടെ അനുവാദത്തോടെ ഔപചാരികമായി നമ്മുടെ ട്രൈബൽ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. PK ബഷീർ MLA കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്ററാണ് മലപ്പുറം ജില്ലയിലെ ചാലിയാർ പഞ്ചായത്തിലെ വാളംതോട് ട്രൈബൽ ഹബ്ബ് കെട്ടിടം. 67.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. വെയിറ്റിംഗ് റൂം, പരിശോധനാ മുറി, IUD മുറി, പ്രതിരോധ കുത്തിവെപ്പ് മുറി എന്നീ സൗകര്യങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഹെൽത്ത് സെന്റർ ഇപ്പോൾ നമ്മൾ 9 കോടി രൂപ അല്ലേ, മൊത്തം 9 കോടി രൂപ അവിടെ ചെലവഴിച്ചു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഈ മാർച്ച് മാസത്തിന് മിനിസ്റ്റർ ഡേറ്റ് കിട്ടിയിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ എടവണ്ണ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിന് എന്നെ സമയത്ത് തന്നെ 5 കോടി 81 ലക്ഷം രൂപ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖല, അതുപോലെ കാവനൂർ PSCക്ക്, ഈ മണ്ഡലത്തിലെ കാവനൂർ PSCക്ക് 1 കോടി 21 ലക്ഷം രൂപയും, കീവർബ് PSCക്ക് 1 കോടി 21 ലക്ഷം രൂപയും NHM ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിലൂടെയൊക്കെ MLAയുടെ ആസി ഫണ്ട് 1 കോടി രൂപ കീവറമ്പിലും, 75 ലക്ഷം രൂപ കീവറമ്പിലും, 1 കോടി രൂപ കാവനൂരും MLA ആസി ഫണ്ടും അതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയും അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ആരോഗ്യ മേഖലയിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. PK ബഷീർ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TK ജയന്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP അനുശ്രീ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തോണിക്കടവൻ ഷൌക്കത്ത് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മഞ്ജു അനിൽ, അനീഷ് അഗസ്റ്റിൻ, അച്ചാമ്മ ജോസഫ്, വിവിധ വാർഡ് മെമ്പർമാർ, മലപ്പുറം ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ, ആർദ്രം നോഡൽ ഓഫീസർ KK പ്രവീണ, ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ E ആയിഷക്കുട്ടി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിട നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ച KHRWS ഏജൻസി അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രജിഷ, കോൺട്രാക്ടർ AV ബൈജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobhika Weddings.